പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തക്കാളിയെക്കുറിച്ച് പറയാം. കാരണം നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് തക്കാളി, അല്ലേ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ്. തക്കാളി കൊണ്ട് നമ്മൾ പല കറികളുണ്ടാക്കും. അതുപോലെ സോസ് ഉണ്ടാക്കാൻ പറ്റും, അച്ചാറിടാവും, സാലഡിനെടുക്കാം, അങ്ങനെയൊക്കെ രസം ഉണ്ടാക്കാൻ, അങ്ങനെ മിക്ക കറികളിലും എല്ലാം നമ്മൾ തക്കാളി ഉപയോഗിക്കും. എന്നാൽ ഈ തക്കാളി കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടാകാറുണ്ട്, മുരടിപ്പുണ്ടാകാറുണ്ട്, കീടബാധ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാവരും അതങ്ങ് മടുക്കും. തക്കാളി നമ്മൾ കൃഷി ചെയ്യുന്നൊരു മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മുതൽ ഒരു ഏപ്രിൽ മാസം വരെ ഇടവിള നമുക്ക് തക്കാളി കൃഷി ചെയ്യാം. കാരണം ഒരു വിള കഴിഞ്ഞ ഉടനെ അടുത്ത് നമ്മൾ തൈ നട്ട് അങ്ങനെ നമുക്ക് ആ ഒരു കാലയളവ് വരെ ഏകദേശം മഴയൊക്കെ ആകുന്നതിന് മുമ്പ് വരെ നമുക്ക് തക്കാളി പറിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ഥിരമായിട്ടൊരു 5-6 മാസം വരെ വിളവ് ലഭിക്കുന്ന നല്ലിനം തക്കാളികളുണ്ട്. നമ്മൾ തക്കാളി തൈ തക്കാളി കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ലിനം തൈകൾ തിരഞ്ഞെടുക്കണം. അതുപോലെ വിത്താണെങ്കിൽ തന്നെ നല്ല മുന്തിയ ഇനത്തിലുള്ള തക്കാളി വിത്തുകളുണ്ട്. കൂടുതൽ സമയം വിളവ് കിട്ടുന്നതും നല്ല മുഴുത്ത തക്കാളി കിട്ടുന്നതൊക്കെയായ നല്ല ഇനത്തിലുള്ള വിത്തുകളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വിത്തുകളാണ് ശക്തിയുണ്ട്, മുക്തി, അനഘ, അതുപോലും പിന്നെ പൂസ റൂബി, ആർക്ക വികാസ്, പൂസ ഗൗരവ്, ഉൽമോഹർ, അങ്ങനെ തുടങ്ങിയ കുറേ അധികം നല്ല വിത്തുകളുണ്ട്. ഹൈബ്രിഡ് വിത്തുകളാണ് അത് കൂടുതലും. അതിനൊക്കെ രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള ഇനം വിത്തുകളാണ്. അപ്പം നമ്മളത് അങ്ങനെയുള്ള വിത്തുകൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ ദ്രുതഗതിയിലുള്ള വാട്ടർ, അഴുകൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് വിളവ് ലഭിക്കും. നമ്മൾ തക്കാളി നടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ pH ലെവൽ കറക്റ്റാക്കി വേണം തക്കാളി തൈ നമ്മൾ നട്ടു കൊടുക്കാനായിട്ട്. അതുപോലെ നന്നായിട്ട് അടിവളം ഇട്ട് നട്ട് കൊടുക്കണം. ചകിരി കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, സ്വല്പം ചാരം അല്ലെങ്കിൽ ഡോളാമൈറ്റ് സ്വല്പം, ഇതൊക്കെ നമ്മൾ മണ്ണിൽ നന്നായിട്ട് മിശ്രിതമാക്കിയിട്ട് ഗ്രോ ബാഗിലോ തടത്തിലോ നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റും. തൈ നടുമ്പം തന്നെ തൈ നന്നായിട്ട് ആഴത്തിലോട്ട് വേണം മണ്ണിലിറക്കി വെക്കാനായിട്ട്. ഏറ്റവും മേളിലാകരുത്. തൈക്ക് ഇച്ചിരി ഒരു രണ്ട് ഇല വരുമല്ലോ തക്കാളിയുടെ നാമമായിട്ട് ഏറ്റവും ചുവട്ടിൽ നിൽക്കുന്ന 2 ഇല, ചുവട് തുടങ്ങുന്നിടത്ത് നിൽക്കുന്ന 2 ഇല പരുവം അകത്തോട്ടാക്കി വേണം നമ്മൾ തക്കാളി നട്ടു കൊടുക്കാനായിട്ട്. അപ്പോഴേ കൂടുതൽ സമയം ദീർഘകാലം വിളവരുന്ന് ലഭിക്കും. നന്നായിട്ട് വലിയ തക്കാളി ഉണ്ടാകുകയും ചെയ്യും. അപ്പം തക്കാളിക്ക് മിക്കവാറും കായ്ച്ച ശല്യം ഉണ്ടാകും, ചിത്രകിടത്തിൻ്റെ ശല്യം ഉണ്ടാകും, അതുപോലെ അഴുകലുണ്ടാകും, ബാട്ടൽ രോഗം ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് എപ്പോഴും വേപ്പെണ്ണ എമർഷൻ കൊടുക്കാം, വേപ്പിൻ പിണ്ണാക്ക് ചുവട്ടി ഇട്ട് കൊടുക്കാം, അതുപോലെ കുമിൾനാശിനി തളിച്ചു കൊടുക്കാം. എല്ലാം ജൈവമായിട്ടുള്ളത്. സ്യൂഡോമോണസ് നല്ലതാണ്. അത് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ സ്യൂഡോമോണസ് 20 ഗ്രാം ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഡോളാമൈറ്റോ വല്ലതും സ്വല്പം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ രോഗബാധയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ നമ്മൾ കീടനാശിനി തളിക്കുമ്പോഴേ നനച്ചതിന് ശേഷമേ തളിച്ചു കൊടുക്കാം. അതിനകത്തെ ജലാംശം കുറച്ച് പറ്റിയതിന് ശേഷമേ നമ്മൾ ജൈവ കീടനാശിനി തളിച്ചു കൊടുക്കാവൂ. ഇലയുടെ അടിവശവും തണ്ടിലുമൊക്കെ വീഴത്തക്ക രീതിയിൽ വേണം നനച്ചു കൊടുക്കാൻ. പിന്നെ തക്കാളി അങ്ങോട്ട് തക്കാളി തൈ വലുതാകുമ്പോഴത്തേക്കിന് ഇതിൽ നിന്ന് സ്റ്റെം വരും, ചെറിയ സക്കറുകൾ വരും. ആ സക്കറൊക്കെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വിളവുണ്ടാകത്തില്ല. അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തക്കാളി പടത്തി കൊടുക്കണം. ഇപ്പോൾ എല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഒരുമാതിരി വലുതാകുന്ന തക്കാളിയാണ്, അതുപോലെ പടരുകയും ചെയ്യും. അപ്പോൾ അതിന് നന്നായിട്ട് താങ്ങ് കൊടുത്തിട്ട് കയർ ഉപയോഗിക്കുക നല്ലത്. ചെറിയ കയറുണ്ട്, ആ കയർ ഉപയോഗിച്ച് നമ്മൾ പടത്തുകയാണ് നല്ലത്. അപ്പോൾ എളുപ്പം പടന്ന് വരാനും സൗകര്യം. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തക്കാളിയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വിളവ് ലഭിക്കുകയും കിട്ടും. വലിയ രോഗബാധയൊന്നും ഇല്ലാതെ തക്കാളി പോവുകയും ചെയ്യും. എപ്പോഴും നമ്മൾ നല്ല പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ജൈവ സ്ലറി ഉണ്ടാക്കാം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ കറുപ്പലണ്ടി പിണ്ണാക്ക് 1 കിലോ, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, പച്ചച്ചാണകം, സ്വല്പം ശർക്കര, ഒരു 200 ഗ്രാം ശർക്കരയോടെ ചേർത്ത് ഒരു 5 ദിവസം കൊണ്ട് അത് ബക്കറ്റിലിട്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഓരോ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അത് എടുത്തു കഴിഞ്ഞ് അതിനകത്ത് 10 ഇരട്ടി വെള്ളം, 1 മഗ് എടുക്കുക, 10 ഇരട്ടി വെള്ളം കൂടെ നേർപ്പിച്ച് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല ഗ്രോത്തിൽ ചെടി വളരുകയും നല്ല കായ്ഫലം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തക്കാളി
കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോശമല്ലാത്ത ഒരു വിളവ് ലഭിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഇവിടെയാണെങ്കിലും എൻ്റെ ഷോപ്പിലും നല്ലനം വിത്തുകളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് പോയിട്ട് ധാരാളം ഉണ്ടായി, ഇഷ്ടംപോലെ പറിക്കുന്നു, കിലോ കണക്കിന് പറിക്കുന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ നല്ല വിത്ത് നല്ല നഴ്സറികളിൽ നിന്ന് തൈകൾ മേടിക്കുകയോ അല്ലെങ്കിൽ നല്ല അഗ്രി ഷോപ്പിൽ നിന്ന് നല്ലനം വിത്തുകൾ വാങ്ങിച്ച് നിങ്ങൾ നടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കും തക്കാളിയിൽ നിന്ന്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കുറച്ച് കൃഷി ചെയ്ത് അതിനെ അറിഞ്ഞറിഞ്ഞ് കൂടുതൽ കൃഷിയിലേക്ക് പോവുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. ശരി, ഓക്കെ.